മാതൃകയാക്കാം ഇവരെ. സൽക്കാരങ്ങളിൽ ഭക്ഷണം വിളമ്പിയാണ് ഇവർ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നത്. പന്നിയൂർ പുതുക്കണ്ടം ശാഖ റിലീഫ് സെൽ യൂണിറ്റിലെ ഒരു കൂട്ടം യുവാക്കളാണ് കാരുണ്യ പ്രവർത്തനത്തിന് ഫണ്ട് കണ്ടെത്താനായി മാത്രം അവധി ദിവസങ്ങളിൽ കാറ്ററിംഗ് ജോലിക്ക് ഇറങ്ങുന്നത്. കാറ്ററിംഗിലൂടെ കാരുണ്യത്തിന്റെ പുതുമാതൃക രചിക്കുകയാണ് പന്നിയൂർ പുതുക്കണ്ടത്തെ മുസ്ലിം യൂത്ത് ലീഗ് റിലീഫ് സെൽ യൂണിറ്റ് അംഗങ്ങൾ. നന്മ നിറഞ്ഞ 25ഓളം യുവാക്കളാണ് അവധി ദിനങ്ങളിൽ വിവാഹ സൽക്കാരങ്ങളിൽ ഉൾപ്പെടെ കാറ്ററിംഗ് ജോലിക്കിറങ്ങുന്നത്. ഇതിൽ നിന്നും ലഭിക്കുന്ന പണം മുഴുവൻ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഇവർ വിനിയോഗിക്കുന്നു. ഒരു വർഷം മുമ്പ് പിറവികൊണ്ട യൂണിറ്റ് 2 ലക്ഷത്തിലേറെ രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയത് ഇതിലൂടെ ലഭിക്കുന്ന വരുമാനം കൊണ്ട് മാത്രമാണ്. ജാതി മതഭേദമന്യേ അശരണർക്ക് കൈത്താങ്ങാവാനായി ഫണ്ട് കണ്ടെത്താൻ 50ഓളം വിവാഹ സൽക്കാരങ്ങളിലാണ് ഇവർ കാറ്ററിംഗ് ജോലിക്കിറങ്ങിയത്. സ്ഥിരമായി കാറ്ററിംഗ് ജോലിക്ക് പോകുന്ന ആരും ഇവരുടെ കൂട്ടത്തിലില്ല. വിദ്യാർത്ഥികളും കൂലിപ്പണിക്കാരും ബിസിനസ്സുകാരും അവധിക്ക് നാട്ടിലെത്തിയ പ്രവാസിയുമെല്ലാം ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഭാഗവാക്കാവാൻ ഇറങ്ങുന്നുണ്ട്. പന്നിയൂർ പുതുക്കണ്ട ശാഖ മുസ്ലിം ലീഗ് റിലീഫ് സെൽ കഴിഞ്ഞ 8 മാസക്കാലമായി പന്നിയൂർ പുതുക്കണ്ടം പ്രദേശത്തെ ജീവകാരുണ്യ പ്രവർത്തനം ലക്ഷ്യമാക്കി രൂപീകരിച്ച സംഘടനയുടെ കീഴിലുള്ള കാറ്ററിംഗ് യൂണിറ്റ് 25ഓളം വരുന്ന യുവാക്കൾ ഞായറാഴ്ച ദിവസങ്ങളിലും വ്യാഴാഴ്ച ദിവസങ്ങളിലും കാറ്ററിങ്ങിനായി മാറ്റിവെച്ചുകൊണ്ട് അതിൽ നിന്നും കിട്ടുന്ന തുക നാട്ടിലെ പ്രയാസമനുഭവിക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരാൾക്ക് 500 രൂപയാണ് കാറ്ററിംഗ് ജോലിയുടെ പ്രതിഫലമായി ലഭിക്കുക. നൌഷാദ് പുതുക്കണ്ടം ചെയർമാനും PM ഹാരിസ് കൺവീനറുമായ കമ്മിറ്റിയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കാറ്ററിംഗിന് ആളെ ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്കും ഇവരെ വിളിക്കാം. അറിയാതെ ഒരു കാരുണ്യ പ്രവർത്തനത്തിൽ നിങ്ങൾക്കും ഭാഗമാവാൻ. സീൽ ന്യൂസ്, നടുവിൽ. കേന്ദ്ര സർക്കാർ ആയുഷ് വകുപ്പ്